ഇത് ഒരു വളരെ സിമ്പിളായിട്ടൊരു പാർട്ടാണ്. നമുക്ക് 3D പ്രിൻ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടാണ്. ചെയ്യാൻ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഒരു സിമ്പിൾ ട്രയാങ്കിൾ. പക്ഷേ ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പം നമുക്ക് കുറേ ചാലഞ്ചസ് ഉണ്ട്. അതിലൊരു ചാലഞ്ചാണ് ഇതിൻ്റെ ഈ ഷാർപ്പ് കോർണേഴ്സ്. ഈ ഷാർപ്പ് കോർണേഴ്സ് പ്രിൻ്റ് ചെയ്യുമ്പം നമുക്കുള്ള ഒരു ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻ്റ് ചെയ്യുന്ന ടൈമിൽ നോസിൽ ആ കോർണറിലെത്തിയിട്ട് ഇതിനെ ഡ്രാഗ് ചെയ്ത്, അതായത് ഈ കോർണറിൽ വന്ന് പ്രിൻ്റ് ചെയ്ത് തിരിച്ച് പോകുമ്പോഴത്തേനെ കോർണറിനെ ഡ്രാഗ് ചെയ്തിട്ട് പ്രിൻ്റ് ഫസ്റ്റ് ലെയറിൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെഡ് അഡീഷനിൽ ഇഷ്യൂ വരും, വാർപ്പിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം വാർപ്പിംഗ് ഒക്കെ വരുമ്പോഴത്തേന് ഈ കോർണറിൽ അഡീഷൻ ഇല്ലാത്തതുകൊണ്ട് അത് പൊങ്ങിപ്പോകും. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട് വരാൻ, പ്രൊഡക്ഷൻ എൻവയറമെൻറ്റിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ പ്രിൻ്റർ സെറ്റിങ്ങിൽ നമ്മൾ ഇതിൻ്റെ ബ്രിമ്മ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രിമ്മ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ബ്രിമ്മ് നമ്മൾ ഫുൾ ലെങ്ത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ബെഡ് അഡീഷനിൽ നമുക്ക് ഈ ഷാർപ്പ് കോർണേഴ്സ് ഒക്കെ പ്രിൻ്റ് ചെയ്യുമ്പോഴത്തേനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇതിലെ നമുക്ക് എങ്ങനെ അത് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രിൻ്റ് സെറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ പ്രിൻ്റ് സെറ്റിങ്ങിൽ നമ്മൾ ഒരു പ്രിൻ്ററിന് വേറൊരു പ്രിൻ്ററിലേക്ക് മാറുമ്പോൾ അത് അതിൻ്റെ പ്രിൻ്റ് സെറ്റിംഗ് എല്ലാം ഓരോ മെഷീനിലും നമ്മൾ ട്യൂൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെ നമ്മൾ മാറ്റിയിട്ട് അത് പ്രിൻ്ററിൻ്റെ പ്രിൻ്റ് സെറ്റിങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെ അതിൻ്റെ ഡിസൈനിൽ അത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൗസ് ഇയേഴ്സ് ആണ്. അതായത് മൗസ് ഇയർ കൊടുക്കുക എന്നുള്ളതാണ്. മൗസ് ഇയറിൽ എക്സാമ്പിളായിട്ട് നമുക്ക് ഇങ്ങനൊരു മൗസ് ഇയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആക്ച്വലി ഇതിൻ്റെ തിക്നെസ് ഫസ്റ്റ് ലെയറിൻ്റെ തിക്നെസ് ആയിരിക്കും നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു 0.2 mm, നമ്മൾ 0.4 നോസിലാണ് യൂസ് ചെയ്യുന്നത്. 0.2 mm ആയിരിക്കും ഫസ്റ്റ് ലെയർ വരിക. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ തിക്നെസ് ആയിരിക്കും നമ്മൾ മൗസ് ഇയർ അഡാപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ആദ്യത്തെ ഡിസൈനിൽ നമ്മൾ ബ്രിം കൊടുക്കുകയാണെങ്കിൽ ബ്രിം കൊടുക്കുമ്പോഴത്തേനും അതിനകത്ത് നമ്മൾ ഇതിൽ ഫുൾ എൻഡിൽ നമ്മൾ പോസ്റ്റ് പ്രോസസ്സിങ് വരും. അതായത് നമ്മൾ ഇത് ഫുള്ള് റിമൂവ് ചെയ്യണം. അപ്പം നമ്മളെപ്പോഴും പ്രിൻ്റ് ടാർഗറ്റ് ചെയ്യുമ്പോൾ, പ്രൊഡക്ഷൻ എൻവയറമെൻറ്റ് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരു പാർട്ട് ഔട്ട് ഓഫ് ദ പ്രിൻ്റർ ഏറ്റവും മിനിമൽ പോസ്റ്റ് പ്രോസസ്സിങ് വെച്ചിട്ട് നമ്മൾ കസ്റ്റമറെ ഡെലിവറി ചെയ്യാന്നുള്ളതായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇതാണ്. പക്ഷേ ഇതിൽ പോസ്റ്റ് പ്രോസസ്സിങ് കൂടെ ഇതിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കാനായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് റിമൂവൽ ഈസി ആവും. ഈ മൗസ് ഇയർ ഈ റിമൂവലിന് ഈസിയാണ്. അതായത് നമ്മൾ ഒന്ന് സ്റ്റാപ്പിൽ ഈ സാധനം പൊട്ടിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ബെഡ് അഡീഷനിൽ ഇത് ഹോൾഡ് ചെയ്യുകയും ചെയ്യും. കോർണറിൽ നമുക്കൊരു വാർപ്പിംഗ് ഉണ്ടാവാതെ ഇത് കോർണറിൽ നല്ലൊരു ഹോൾഡിങ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെപ്പോഴും മാക്സിമം ഈ ഫീച്ചറിനോട് ക്ലോസ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടി കൊടുക്കും തോറും എന്താവും എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാതെ ഇത് മെറ്റീരിയൽ സ്ട്രെസ് റിലീവിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ, വാർപ്പിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്ന് എക്സ്റ്റെൻഡ് ആയി പോകും. അതായത് ഇതിനെ പുള്ളി ഇത് വാർപ്പാകാനുള്ള സാധ്യത അതിൻ്റെ എഫക്റ്റ് കിട്ടാതെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇതോട് ചേർത്ത് ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഇതോടുകൂടി ഇതിൻ്റെ ക്ലോസ് ആയിട്ട് വെച്ച് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഷാർപ്പ് കോർണേഴ്സിനെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഷാർപ്പ് കോർണേഴ്സ് വാർപ്പിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് എപ്പോഴാണ് ഹെൽപ്പ് ആകുന്നത് വെച്ചാൽ ഇതുപോലത്തെ ഷാക്കുകളുടെ ഡിസൈനും ട്രീ ബേസ് ഒക്കെ ഡിസൈൻ വരും, ട്രീയുടെ റൂട്ട്സ് ഒക്കെ ഡിസൈൻ, അങ്ങനത്തെ ഷാർപ്പ് കോർണേഴ്സ് ഒക്കെ വരുമ്പോഴത്തേനും ബെഡ് അഡീഷന് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ വാർപ്പിംഗ് കൺട്രോൾ ചെയ്യാനും ഈ ഡിസൈൻ ഫീച്ചർ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സീ യു.